അഴിമതി നടന്നു എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഏത് ഏജൻസിയുടെ അന്വേഷണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്? അല്ല, അത് ഇത് അന്വേഷിക്കേണ്ടത് ആദ്യം ഫ്രോഡാണ് ഇതിൻ്റെ അകത്ത് നടന്നിരിക്കുന്നത്. ഫ്രോഡ് നടന്ന് ക്രിമിനൽ കുറ്റമാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. അതായത് 447 അനുസരിച്ച് ക്രിമിനൽ കുറ്റമാണ്. 3 മാസം മുതൽ 10 കൊല്ലം വരെ, 6 മാസം മുതൽ 10 കൊല്ലം വരെ ശിക്ഷ കിട്ടുന്നതാണ്. എമൗണ്ടിൻ്റെ ഇതനുസരിച്ചിട്ട് ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്ന എമൗണ്ടിൻ്റെ 3 ഇരട്ടി വരെ ഫൈൻ കൊടുക്കാവുന്ന ഗുരുതരമായ കേസാണ്. 10 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കേസാണ്, ഗുരുതരമായ ഒരു കേസാണ്. അതിൻ്റെ വിചാരണയും മറ്റു കാര്യങ്ങളും നടക്കട്ടെ. അപ്പോൾ ധാർമ്മികമായി മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ആ വാക്കല്ലേ ഞങ്ങൾ പറഞ്ഞത്. അങ്ങനെയല്ലേ സാധാരണ CPM പറയാറുള്ളത്. ബാക്കിയുള്ളവരെ കുറിച്ചുള്ള ആക്ഷേപം ആരെങ്കിലും കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയാറ് സാധാരണയായിട്ട്. അപ്പം അത് തന്നെ അവർക്കും ബാധ്യതപ്പെട്ടാണ്. സമാനമായി പണം കൈപ്പറ്റിയതല്ലല്ലോ മറ്റു നേതാക്കന്മാർ അവരെക്കുറിച്ച് പറയുന്നത് അവരുടെ ഇലക്ഷൻ ഫണ്ടിലേക്കും പാർട്ടി ഫണ്ടിലേക്കും പൈസ ചോദിച്ചു, പാർട്ടി പ്രവർത്തനത്തിന് ബിസിനസ്സുകാരിൽ നിന്ന് പൈസ മേടിച്ച് എങ്ങനെ ക്രിമിനൽ കുറ്റമാണ്? ഇപ്പം ഞാൻ നാളെ മാസപ്പടിയൊന്നുമില്ലല്ലോ അതിൻ്റെ അകത്ത്. അവർ ബാക്കിയുള്ള നേതാക്കന്മാർ പണം മേടിച്ചതായിട്ട് അവിടെ അവരുടെ ഡയറിയിൽ കുറിപ്പുണ്ടായെന്ന് പറഞ്ഞു. ആ പണം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും പാർട്ടി പ്രവർത്തനത്തിനും ആളുകൾ ഫണ്ട് മേടിച്ചാൽ എന്താ കുഴപ്പം? അതിനെന്താ തെറ്റ്? എന്നാൽ പിന്നെ പിണറായി വിജയൻ ഈ 2 കോടി രൂപ CPMൻ്റെ ഫണ്ടിലേക്കാണ് 2,70,00,000 മേടിച്ചെങ്കിൽ ഞങ്ങൾ ആരോപണം ഉന്നയിക്കുമോ? CPMൽ ഒരുപാട് പേർക്ക് CPMലേക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ, CPM നേതാക്കന്മാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ. അതൊന്നും ആരോപണമല്ലല്ലോ. അതങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഫണ്ട് കൊടുക്കുന്നത്, തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് കൊടുക്കുന്നത് അതൊന്നും ക്രിമിനൽ കുറ്റമല്ലല്ലോ. ക്രിമിനൽ കുറ്റമാണോ? അല്ല, ക്രിമിനൽ കുറ്റമല്ല. ഇപ്പോൾ ഇലക്ഷൻ ബോണ്ട് മേടിച്ചിട്ടില്ല എന്ന് CPM പറയും. ബോണ്ട് മറ്റുള്ള പാർട്ടികൾക്ക് കൊടുത്ത അതേ കമ്പനികൾ പൈസ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് ബോണ്ടല്ല കൊടുത്തത്, കാശാ കൊടുത്തത്. എൻ്റെ കയ്യിലുണ്ട് പ്രൂഫ്. കൊടുത്തത് കമ്പനികൾ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. മറ്റ് BJPക്കും കോൺഗ്രസിനും അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് വഴി പണം കൊടുത്ത അതേ കമ്പനികൾ CPM ബോണ്ട് മേടിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അവർ കാശ് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ പറയാനല്ലോ അത് ക്രിമിനൽ കുറ്റമാണെന്ന്. അത് ക്രിമിനൽ കുറ്റമല്ല. ഇത്രയേ ഉള്ളൂ. അല്ല, അതിനകത്തൊരു ലീഗൽ ഇഷ്യൂ ഉണ്ട്. അത് തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വരണം എന്നുണ്ടെങ്കിൽ ആ ഫേവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു കറപ്ഷൻ വേറെ നടന്നിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്യാൻ ആവശ്യമായ അത്തരം തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം സുപ്രീം കോടതി പോവോ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയാൽ മതിയല്ലോ. അത്രയേ ഉള്ളൂ. അതങ്ങനെ ആ കേസിൻ്റെ വിധിയെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. കേസിൻ്റെ വിധി ഞാൻ പറഞ്ഞാണ്. ഞാൻ അന്ന് പിറ്റേ ദിവസം തന്നെ നിങ്ങളോട് ഞാൻ ഈ SFIയുടെ കാര്യവും PML ആക്ടിൻ്റെ കാര്യവും നിങ്ങളോട് പറഞ്ഞിരുന്നു. നിങ്ങളോട് ഞാൻ സംസാരിച്ചിരുന്നു, ഓർമ്മയുണ്ടാവും. നിങ്ങൾ അതിൻ്റെ റെക്കോർഡ് എടുത്ത് നോക്കിയാൽ മതി. അതിൽ വരും ക്ലിയർ ആയിട്ട്. മറ്റതിൽ പ്രൂവ് ചെയ്യണം. എങ്ങനെ? അല്ല, അത് അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസയല്ലേ. കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ അക്കൗണ്ടിന്, ഇപ്പം ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്ന ആളാണ്. എൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളിലും എൻ്റെ കോപ്പി ഇൻകം ടാക്സ് റിട്ടേണിൽ വയ്ക്കും. അപ്പോൾ എനിക്ക് അധികമായി വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അസസ് ചെയ്യും എൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ എത്രയാണെന്ന്. എനിക്ക് അധികമായി വരുമാനം ഉണ്ടെന്ന് എന്നിട്ട് ടാക്സ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസ അല്ലേ. അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസയ്ക്ക് ആ കമ്പനിയും ഈ വ്യക്തിയും ഈ പ്രതിയായിപ്പെട്ടിരിക്കുന്ന ആളും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കണം. ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ ഇൻകം ടാക്സിൻ്റെ അസസ്മെൻറ്റ് വരില്ലേ. അക്കൗണ്ടിൽ വന്നേക്കുന്ന പൈസ ഒളിച്ചു വയ്ക്കാൻ പറ്റുമോ? അതും വൈറ്റ് ആക്കാൻ നോക്കിയതാണ്, വെളുപ്പിക്കാൻ നോക്കിയതാണ് അക്കൗണ്ടിൽ കൂടി. അതാണ് PML ആക്ട് കൂടി വന്നത്. മനസ്സിലായോ? വെളുപ്പിക്കാൻ നോക്കിയ മണി ലോണ്ടറിങ് ആണ്.